फोन करतो थांब. നമസ്കാരം. സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. മുംബൈയിൽ നിന്നും ബാരാമതിയിലേക്ക് സഞ്ചരിക്കുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. വിമാനാപകടത്തിൽ അജിത് പവാറിന്റെ PAയും സുരക്ഷാ ഉദ്യോഗസ്ഥരും 2 വിമാന ജീവനക്കാരും കൊല്ലപ്പെട്ടു. രാവിലെ 8 മണിയോടെ മുംബൈയിൽ നിന്നും പുറപ്പെട്ട വിമാനം 8:45 ബാരാമതിയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് കത്തിയമർന്നത്. അപകടത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ദുരൂഹതകൾ പൂർണ്ണമായും നീക്കേണ്ടതുണ്ട്. നഷ്ടപ്പെടുന്നത് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്, ഒപ്പം ഒരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രി കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. എന്താണ് ഇതിൻ്റെ സാഹചര്യം? വിശദമായി സ്പോട്ട് ലൈവ് പരിശോധിക്കുകയാണ്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, ഇതുവരെ ദുരൂഹതകൾ, ആരോപണങ്ങൾ മാത്രമായി നിൽക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത സാധ്യതകൾ നിൽക്കുന്നുണ്ടോ? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പുറത്തു വന്നിട്ടുണ്ടോ? സജിത്ത്, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഇക്കാര്യത്തിൽ ഇത്ര വലിയൊരു ഗുരുതരമായ ഒരു ആരോപണത്തിലേക്ക് പരോക്ഷമായെങ്കിലും ആദ്യം ഒരു മുന തൊടുത്തിരിക്കുന്നു. അതും BJPയുടെ നേർക്കാണ് മമതാ ബാനർജി വിരൽ ചൂണ്ടുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, അജിത് പവാർ BJP വിടുമെന്നുള്ള ചില സൂചനകൾ മഹാരാഷ്ട്രമെമ്പാടും ഇങ്ങനെ പരക്കെ പോകുന്നുണ്ടായിരുന്നു. അത്തരം വാർത്തകൾ പ്രചരിക്കുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മമതാ ബാനർജി ആദ്യമായി ആരോപിച്ചിരിക്കുന്നത്. അതിൽ BJPയുടെ നേർക്ക് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നതിന് പിന്നിൽ BJPക്ക് നേർക്കൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള, പരോക്ഷമായ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിരൽ ചൂണ്ടലാണ് ഇപ്പോൾ മമതാ ബാനർജി നടത്തിയിരിക്കുന്നത്. വളരെ നിർണായകമായ ഒരു കാര്യം കൂടിയാണ്. കാരണം ഇന്ന് രാവിലെ 8:10 ഇത്തരത്തിൽ അജിത് പവാർ സഞ്ചരിക്കുന്ന വിമാനം മുംബൈയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതും പിന്നീട് 8:45 ബാരാമതിയിൽ എത്തുന്നതും അവിടെ വെച്ച് തകർന്നു വീഴുന്നതും. ഇത് വളരെ അത്യാധുനികമായ ഒരു ഫ്ലൈറ്റാണ്. 9 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ജെറ്റാണ്. 45XR എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം 2000 നോട്ടിക്കൽ മൈലൊക്കെ തുടർച്ചയായി പറക്കാൻ കഴിയുന്ന ഒരു വിമാനമാണ്. അത്തരത്തിലൊരു വിമാനം പെട്ടെന്ന് ഒരു അപകടം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ ചില ദുസ്സൂചനകൾ കണ്ടെത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ മമതാ ബാനർജി ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഒരു രാഷ്ട്രീയ നേതാവിനെ പോലും, ഇത്രയും ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ പോലും ഈ രാജ്യത്ത് സുരക്ഷയില്ല എന്നുള്ള ഒരു കാര്യം കൂടി അവർ ഊന്നി പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികളൊന്നും സ്വതന്ത്രരല്ല. അവർ ഏതെങ്കിലും കേസുകൾ അന്വേഷിച്ചാൽ പോലും അതിൽ കൃത്യമായ രീതിയിൽ സത്യം പുറത്തു വരില്ല എന്നുള്ള ഒരു ആരോപണം കൂടി BJP, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ മമതാ ബാനർജി ഈ ഒരു അപകടത്തിന് പിന്നാലെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു അപകടം, ഈ ഒരു മരണം, അജിത് പവാറിന്റെ മരണം, അത് പ്രത്യേകമായി സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നുള്ള ഒരാവശ്യം കൂടി മമതാ ബാനർജി ഉന്നയിക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ BJPക്കോ കേന്ദ്ര സർക്കാരിനോ അജിത് പവാറിനോടുള്ള നീരസം ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് വഴിവെച്ചോ എന്നുള്ള ഒരു സൂചനയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗുരുതരമായ ആരോപണമാണ് പറയാതെ പറഞ്ഞിരിക്കുന്നത് മമതാ ബാനർജി. അതിനൊപ്പം തന്നെ മമതാ ബാനർജിയെ കൂടാതെ മറ്റ് 3-4 നേതാക്കൾ കൂടി ഇതേ ആരോപണം ഇതിന് ഇത്രയും ഒരു കാഠിന്യമില്ലാതെ തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒന്ന് കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയിയാണ്. ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നു, വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ്. അതിൽ എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ്. പിന്നിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നുള്ളൊരു കാര്യമാണ് ഗൗരവ് ഗൊഗോയ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ RJD നേതാവായിട്ടുള്ള ലാലു പ്രസാദ് യാദവും വഞ്ചിത് ബഹുജൻ അഘാഡി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവായിട്ടുള്ള പ്രകാശ് അംബേദ്കർ തുടങ്ങിയിട്ടുള്ള ആളുകളും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇത്രയും മമതാ ബാനർജി പറഞ്ഞതുപോലെ അത്രയും കഠിനമായ വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ ഇതിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം വിരൽ ചൂണ്ടുന്നത് BJPയിലേക്ക് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യം, മമതാ ബാനർജി ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കാനുള്ള ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ
BJPക്ക് നേരെ വിരൽ ചൂണ്ടാൻ കഴിയുന്ന ഏതൊരു കാര്യത്തെയും അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ മമതാ ബാനർജി ശ്രമിക്കുമെന്നുള്ളത് കൂടിയാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് അജിത് പവാർ എന്ന് പറയുന്ന മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുടെ അകാല വിയോഗത്തിൽ ഉള്ള പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഈ കാര്യത്തിൽ എന്തായാലും ബ്ലാക്ക് ബോക്സ്, അതായത് വിമാനത്തിനകത്തുള്ള ആ ബ്ലാക്ക് ബോക്സ് എന്തായാലും DGCAക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു ബ്ലാക്ക് ബോക്സിൽ നിന്നാണ് കൃത്യമായി എന്താണ് യഥാർത്ഥത്തിൽ ഈ ലാൻഡിങ്ങിനിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാവുക. ആ കാര്യം പുറത്തു വരുമ്പോഴായിരിക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുക. അപ്പോൾ അതുവരെയെങ്കിലും ഇക്കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ ഒരു ദുരൂഹത മുന്നോട്ട് വച്ച് ആ ഒരു ദുരൂഹതയുടെ മറവിൽ BJPക്കെതിരെ ഒരു ആരോപണ മുനകൾ നീട്ടാനുള്ള ഒരു ശ്രമം കൂടി മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇന്ന് രാവിലെ 8:10 അജിത് പവാർ സഞ്ചരിച്ച വാഹനം മുംബൈയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ബാരാമതിയിൽ സ്വന്തം നാട്ടിൽ 3-4 റാലികളിൽ പങ്കെടുക്കാനും അവിടുത്തെ കർഷകരോട് സംസാരിക്കാനും സംവദിക്കുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അജിത് പവാർ മുംബൈയിൽ നിന്ന് തിരിച്ചത്. പക്ഷേ 8:45 കൂടി ബാരാമതിയിലെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യേണ്ട വിമാനം നിയന്ത്രണം വിട്ട് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞ പ്രദേശത്ത് തകർന്നടിയുകയായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന 5ഓളം പേർ കൂടി അതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ ബാരാമതിയിലെ ആശുപത്രിക്ക് മുന്നിൽ വലിയ രീതിയിൽ ആൾക്കൂട്ടം, NCP പാർട്ടി നേതാക്കളെല്ലാം എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ വലിയൊരു ആൾക്കൂട്ടം തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് തങ്ങളെ കാണാൻ എത്തിയപ്പോൾ ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ട് ദുഃഖം സഹിക്കാൻ വയ്യാതെ NCP നേതാക്കൾ എത്തുന്നു. രാജ്യമെമ്പാടുമുള്ള NCP നേതാക്കൾ ഇതിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും അടക്കമുള്ള വലിയ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും സിനിമാ കലാകായിക രംഗത്തുള്ള എല്ലാവരും ഇത്തരത്തിൽ ഒരു ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ടാണ്, അക്ഷരാർത്ഥത്തിൽ ഒരു ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇതൊരു അനുശോചനം രേഖപ്പെടുത്തുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് മമതാ ബാനർജിയുടെ അനുശോചനം വരുന്നതും ആ അനുശോചനത്തിന് പിന്നാലെ അതിൽ ചില ആരോപണങ്ങൾ കൂടി കുത്തിക്കയറ്റിക്കൊണ്ട് ഇത്തരത്തിലൊരു ഈ ഒരു അപകടത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ മമതാ ബാനർജി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ ഒരു ആരോപണത്തിൽ BJPയോ കേന്ദ്ര സർക്കാരോ കൃത്യമായ രീതിയിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ വരും ദിവസങ്ങളിൽ ഇതിൽ BJPയെ കൂട്ടിക്കെട്ടാനുള്ള മമതാ ബാനർജിയുടെ ശ്രമത്തെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണവുമായി BJP നേതാക്കളും ഉടൻ എത്തുമെന്നുള്ള നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കാരണം ഇത്തരത്തിൽ ഒരു മഹാരാഷ്ട്രയിലെ ഒരു പ്രമുഖ നേതാവ്, NDAയിലെ പ്രമുഖ നേതാവ് NCP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിളർത്തിക്കൊണ്ട് NDAയിലേക്ക് കൊണ്ടുവരികയും ആ NDAയെ അധികാരത്തിലെത്തിക്കുന്നതിൽ, മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി NDAയുടെ മുഖമായി നിന്ന നേതാവാണ് അജിത് പവാർ. ആ അജിത് പവാറിന്റെ മരണത്തിൽ BJPക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ BJP അതുപോലെ തിരിച്ചടിക്കാനുള്ള ചില ശ്രമങ്ങൾ കൂടി നടത്തുമെന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വരും മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഒരു ഏത് തരത്തിലുള്ള DGCAയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രാഥമിക അന്വേഷണം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അവർ DGCA ഈ ഒരു അപകടം നടന്നതിന് പിന്നാലെ പറഞ്ഞത്, അവർ ഏവിയേഷൻ മിനിസ്ട്രി ഒക്കെ പറഞ്ഞത്, ഈ പ്രദേശത്ത് ബാരാമതിയിലെ ഈ ലാൻഡിംഗ് വിമാനത്താവളത്തിൽ ആ പ്രദേശത്ത് വലിയ രീതിയിലുള്ള മൂടൽമഞ്ഞുണ്ടായിരുന്നു. ആ മൂടൽമഞ്ഞാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് റൺവേയിൽ ഇറങ്ങേണ്ട വിമാനം നിയന്ത്രണം വിട്ട് അത് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞ പ്രദേശത്തേക്ക് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതല്ലാതെ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ? കാരണം അതിൽ ഈ ഒരു വിമാനം 8 മുതൽ 9 പേർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പ്രൈവറ്റ് ജെറ്റ് വിമാനമാണ്. അതിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും അത്രയും ആഡംബരമായിട്ടുള്ള ഒരു വിമാനമാണ്. അത് എങ്ങനെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി എന്നുള്ളൊരു ചോദ്യം മുന്നിലുണ്ട്. അപ്പോഴും നമുക്ക് പ്രധാനമായും പറയാനുള്ളത്, ഇതേ വിമാനം 2023 സമാനമായ രീതിയിൽ റൺവേയിൽ നിന്ന് തെന്നിമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ ഭാഗ്യവശാൽ വലിയ അപകടങ്ങളൊന്നുമില്ലാതെ എല്ലാവരും രക്ഷപ്പെട്ടൊരു സാഹചര്യമുണ്ട്. അന്ന് വിശാഖപട്ടണത്ത് നിന്ന് മുംബൈയിലേക്കാണ് ആ വിമാനം പോയത് 2023 സെപ്റ്റംബർ 14. അന്ന് മുംബൈയിലെ വിമാനത്താവളത്തിലെ റൺവേയിൽ ഇറങ്ങുമ്പോൾ ഈ വിമാനത്തിന് വലിയ രീതിയിൽ ഒരു അപകടം ഉണ്ടാവുകയും പക്ഷേ ഭാഗ്യവശാൽ ആർക്കും പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ ആ ഭാഗ്യം അജിത് പവാറിനെ തുണച്ചില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം. അങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. പക്ഷേ ഈ അപകടം ഉണ്ടായതിനു ശേഷം, രാജ്യത്തെ ഞെട്ടിയ ഈ അപകടത്തിന് ശേഷം, പക്ഷേ അതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്ന് ഉയരുന്നു. പിന്നാലെ കോൺഗ്രസ് നേതാക്കളും മറ്റ് RJD നേതാക്കളും അടക്കം ആ ആരോപണത്തെ ഏറ്റുപിടിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സജിത്ത്, അതൊരു വലിയ രാഷ്ട്രീയ നീക്കം കൂടിയായി മാറുകയാണ്. എന്തായാലും വിമാന അപകടങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ ഒട്ടും ചെറുതല്ല. മുമ്പും രാജ്യത്ത് സമാന അനുഭവങ്ങൾ നിരവധി ഉണ്ട്. അഭിലാഷ്, ഈ അപകടത്തിൻ്റെ ശാസ്ത്രീയ കാരണത്തിലേക്ക് വരുമ്പോൾ
DGCA സംബന്ധിച്ച അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് ആ വഴിക്ക് നടക്കും. നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. അതായത് ഒരു വട്ടം ലാൻഡിങ്ങിന് ശ്രമിച്ചു, വീണ്ടും പറന്നുയർന്നു, വീണ്ടും ലാൻഡിങ്ങിന് ശ്രമിക്കുന്നു. ഇതിനിടയിലാണ് ഇത് വന്ന് വീണ് കത്തി അമരുന്നത്. അപ്പോൾ പ്രതികൂല കാലാവസ്ഥ എന്ന ഒരു പ്രാഥമിക കാരണത്തിലേക്ക് തന്നെയാണോ ഇതിൻ്റെ പ്രാഥമിക നിരീക്ഷണം എത്തുന്നത്? അങ്ങനെ എന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടോ? ഇതിൽ നമുക്ക് ലഭിക്കുന്നത് DGCയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമാണ്. അവരും പറയുന്നത് നമുക്കിപ്പോൾ ലഭിക്കുന്നതെല്ലാം പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണങ്ങൾ മാത്രമാണ്, നിഗമനങ്ങൾ മാത്രമാണ്. കൃത്യമായ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ ബ്ലാക്ക് ബോക്സ് അതിപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഭാഗ്യവശാൽ. ആ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ച് അതിൽ നിന്ന് ഈ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റകളും അവരുടെ സംഭാഷണങ്ങളും എല്ലാം ആ ബ്ലാക്ക് ബോക്സിൽ റെക്കോർഡ് ചെയ്യപ്പെടും. അത് റിട്രീവ് ചെയ്തെടുക്കുന്ന സമയത്താണ് ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ള കാര്യം മനസ്സിലാവുക. എന്നാൽ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് ആ ബാരാമതി പ്രദേശത്ത് വലിയ രീതിയിൽ രാവിലെ മൂടൽമഞ്ഞുണ്ടായിരുന്നു. അത് 9 മണിയോട് അടുത്തിട്ടും ആ മൂടൽമഞ്ഞ് അങ്ങനെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിമാനം 8:45 കൂടി തന്നെ വിമാനത്താവളത്തിൻ്റെ മേഖലയിൽ എത്തുകയും എന്നാൽ ലാൻഡിങ്ങിന് ശ്രമിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ കാഴ്ച തടസ്സമുണ്ടായ സമയത്ത് ആദ്യം ലാൻഡിങ്ങിന് ശ്രമിച്ചപ്പോൾ കഴിഞ്ഞില്ല. പിന്നീട് ഒന്നുകൂടി പറന്നു വരുന്നതിന് ശേഷം ഒരിക്കൽ കൂടി ലാൻഡിങ്ങിന് ശ്രമിച്ചെങ്കിലും അത് നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല. പിന്നെ വിമാനം തകർന്ന് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞ പ്രദേശത്തേക്ക് വീഴുകയായിരുന്നു. അതിൽ 2 പൈലറ്റുമാരും കൊല്ലപ്പെട്ടു, അജിത് പവാറിനൊപ്പം എന്നുള്ളതും ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. അതിൽ എന്തായാലും പ്രാഥമികമായിട്ടുള്ളൊരു നിരീക്ഷണം ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതിൽ കൂടുതൽ അന്വേഷണത്തിന് ഇപ്പോൾ DGCA മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇതിൽ കേന്ദ്ര സർക്കാരും കൃത്യമായ രീതിയിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രാജ്യത്തെ ഞെട്ടിച്ചൊരു അപകടം, അതിൽ ഇത്തരം വലിയ ദുരൂഹതകൾ ആരോപിച്ചുകൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ശക്തമായ രീതിയിലുള്ള അന്വേഷണം തന്നെ നടത്തേണ്ടി വരും കേന്ദ്ര സർക്കാരിന്. കാരണം മുന ചൂണ്ടുന്നത് കേന്ദ്ര സർക്കാരിന് നേർക്കാണെന്നുള്ളതാണ്. മാത്രമല്ല അതിൽ പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ സാധാരണ ഒരു പാസഞ്ചർ വിമാനമല്ല, അത് അത്യാഡംബരമായിട്ടുള്ള ഇത്തരം VVIPകൾ സഞ്ചരിക്കുന്ന പ്രൈവറ്റ് ജെറ്റാണ്. അതുകൊണ്ട് തന്നെ അതിൽ സുരക്ഷാ സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം സാധാരണ വിമാനങ്ങളെക്കാൾ ഒരല്പം കൂടി മുകളിലായിരിക്കും. അത്തരത്തിലുള്ളൊരു വിമാനത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ള കാര്യം കൂടി മുന്നോട്ട് വച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കൾ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ചില പ്രതിപക്ഷ നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇതിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. കാരണം മഹാരാഷ്ട്ര പോലൊരു വലിയ സംസ്ഥാനത്തെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാക്കളിൽ ഒരാളാണ് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ NDA നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ ഉപമുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഒരാളാണ്. ബാരാമതി പോലുള്ളൊരു മണ്ഡലത്തിൽ എത്രയോ വർഷങ്ങളായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. 8 തവണ നിയമസഭയിലേക്കും 1 തവണ ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ്. 1991 മുതൽ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും ജനപിന്തുണയുള്ള ഒരു നേതാവാണ്. NCP പോലൊരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അങ്ങനെ ഇത്തരത്തിൽ വലിയൊരു നേതാവിൻ്റെ മരണം, അതും ഇത്രയും സുരക്ഷയുള്ള VVIP കാറ്റഗറിയിലുള്ള ഒരു നേതാവ്, ആ കാറ്റഗറിയിലുള്ള ഒരു നേതാവിൻ്റെ വിമാനം ഇത്തരത്തിൽ തകർന്നു വീഴുമ്പോൾ, അത് കത്തി അമരുമ്പോൾ അതിൽ എന്താണ് ഇത്തരം ഏതെങ്കിലും തരത്തിലുള്ള പുകപടലമോ കാലാവസ്ഥയോ ആയിട്ടുള്ള പ്രശ്നങ്ങളല്ല, മറിച്ച് വിമാനത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ള വിമാനത്തിൻ്റെ തകരാറാണെങ്കിൽ അത് ഒരുപക്ഷെ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കും. കാരണം ഇത്തരത്തിലൊരു വലിയ നേതാവിനെ കൊണ്ടുപോകുന്ന വിമാനം എന്തായാലും അതിൻ്റെ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും ഇത്തരത്തിൽ യാത്രകൾക്ക് മുതിരുന്നത്. എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാങ്കേതിക പിഴവ് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സാങ്കേതിക പിഴവുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലടക്കം ഒരു അന്വേഷണം നടത്തേണ്ടി വരും. ആ അന്വേഷണത്തിലൊക്കെ റിപ്പോർട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അത് വലിയ രീതിയിൽ ചർച്ചയാവാൻ പോകുന്ന വിഷയങ്ങളായിരിക്കും. എന്തായാലും കാലാവസ്ഥ മാത്രമാണ് പ്രശ്നമെങ്കിൽ അതിൽ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേസമയം സാങ്കേതികമായിട്ടുള്ള പിഴവുകൾ പരിശോധിക്കാതെയുള്ള യാത്രയാണ് ഇത് ആരംഭിച്ചതെങ്കിൽ അതിൽ ഒരുപക്ഷെ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ പുറത്തു വരികയുള്ളൂ. ആ കാര്യങ്ങളടക്കം അതിൻ്റെയൊക്കെ റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും ഈ ഒരു വിഷയത്തിൻ്റെ ദുരൂഹത നീങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഇപ്പോൾ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി BJP ആണ് പ്രധാന എതിരാളി എന്നുള്ള നിലയ്ക്ക് കൂടി മമതാ ബാനർജി തങ്ങളുടെ ആരോപണം ശക്തമായ രീതിയിൽ വീണ്ടും ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ലോക്സഭയിലും ഈ വിഷയം ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ ബജറ്റ് സെഷൻസ് ഇന്ന് മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്കൊപ്പം ഈ ഒരു വിഷയം കൂടി പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം
സാഹചര്യമുണ്ട്. VVIPകൾക്ക് പോലും ഈ രാജ്യത്ത് സുരക്ഷയില്ല എന്നുള്ള ഒരു കാര്യവും, അതുപോലെ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളൊന്നും സ്വതന്ത്രരല്ല എന്നുള്ള മമതാ ബാനർജിയുടെ ആരോപണം കൂടി ചേർന്നുകൊണ്ട് ചർച്ചയാക്കാനായിരിക്കും പ്രതിപക്ഷം നീങ്ങുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സജിത്ത്. യെസ്, എന്തായാലും ഈ അപകട കാരണം കണ്ടെത്തുക എന്നത് ഏറെ ഗൗരവമുള്ള കാര്യമാണ്. അത് സംബന്ധിച്ച് സർക്കാരിന് പഴുതടച്ചുള്ള അന്വേഷണം വേണം. രാഷ്ട്രീയ ആക്ഷേപം കേൾക്കും, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം അഹമ്മദാബാദിൽ ഒരു വർഷം മുമ്പ് നടന്ന വിമാന അപകടമുണ്ടാക്കിയ വിവാദങ്ങൾ ഇതുവരെയും തീർന്നിട്ടില്ല. അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ദുരന്ത കാരണം സംബന്ധിച്ച് പൂർണ്ണ ഒരു വ്യക്തത ഇതുവരെയും വരുത്താനായിട്ടില്ല. അപ്പോഴാണ് രാജ്യത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി, ഒരു സംസ്ഥാനത്തിൻ്റെ, മഹാരാഷ്ട്ര പോലെയുള്ള ഒരു വലിയ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിക്ക് ഇത്തരമൊരു ദുരന്തം നേരിടേണ്ടി വരുന്നത്. അതിൻ്റെ കാരണങ്ങൾ സ്വാഭാവികമായും അന്വേഷിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അഭിലാഷ്, അന്താരാഷ്ട്ര സ്റ്റാൻഡേർഡിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന ഉറപ്പാണിപ്പോൾ വ്യോമസേനാ കേന്ദ്രങ്ങൾ, വ്യോമസേനാ മന്ത്രാലയം അടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരം ഉറപ്പുകളാണ് നൽകുന്നത്. ഇത് സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ ടീം ഡൽഹിയിൽ നിന്നിപ്പോൾ പൂനെ വഴി ബാരാമതിയിലേക്ക് എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്പോട്ടിൽ നിന്നും ശേഖരിക്കേണ്ട വിവരങ്ങൾ, ബ്ലാക്ക് ബോക്സും പ്രധാനപ്പെട്ട രേഖകളും ശേഖരിച്ചു കഴിഞ്ഞു. പക്ഷേ അതിനപ്പുറം ഈ ദൃക്സാക്ഷികളുടെ ചില മൊഴികളുണ്ട്. 3 വട്ടം പൊട്ടിത്തെറിച്ചു എന്നതാണ് അവർ പറയുന്നത്. രക്ഷപ്പെടുത്താൻ വേണ്ടി ആദ്യ സമയം ഓടിക്കൂടിയവർക്ക് അടുക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയ തീപിടുത്തമാണ് അവിടെ ഉണ്ടായത്. ഇതൊക്കെ ദൃക്സാക്ഷികളുടെ വിവരങ്ങളാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ബോക്സിനപ്പുറം പ്രദേശത്ത് നിന്നും ശേഖരിക്കേണ്ട തെളിവുകളും വിവരങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള അന്വേഷണ ഘട്ടങ്ങളായിരിക്കുമോ ഇനി ഉണ്ടാവുക? ഈ സജിത്ത് പറഞ്ഞത് ഒരു നിർണായകമായ ഒരു പോയിന്റാണ്. ആ ദൃക്സാക്ഷി ഈ അപകടം കണ്ടുകൊണ്ടിരുന്ന ആ ദൃക്സാക്ഷി പറഞ്ഞത്, വിമാനം തകർന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് ആദ്യം ഒരു തവണ അത് പൊട്ടിത്തെറിച്ചു, അതിനുശേഷം അത് അടങ്ങുന്നതിന് മുമ്പ് വീണ്ടും 2 തവണ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതെന്തുകൊണ്ട് അത്തരത്തിൽ വിമാനം പൊട്ടിത്തെറിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത്തരത്തിൽ ദൃക്സാക്ഷി പറഞ്ഞ ആ വിവരത്തിൽ എന്തെങ്കിലും കാമ്പുണ്ടെങ്കിൽ മമതാ ബാനർജി പറഞ്ഞതുമായി ചിലപ്പോൾ തൃണമൂൽ കോൺഗ്രസോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളോ അത് കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഒരു തകർന്നു വീഴുന്നൊരു വിമാനം പലതവണ എങ്ങനെ പൊട്ടിത്തെറിക്കും എന്നുള്ള അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ വരുന്ന അന്താരാഷ്ട്ര തലത്തിൽ മികവുറ്റ അന്വേഷണ സംഘത്തിന് അക്കാര്യം പരിശോധിക്കേണ്ടി വരും. മാത്രമല്ല, ഈ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള പ്രധാനപ്പെട്ട നിർണായക വിവരങ്ങൾ അവിടുന്ന് ശേഖരിച്ചെങ്കിലും ഈ വിമാനത്തിൽ നിന്നുള്ള പല കാര്യങ്ങളും, വിമാനത്തിനകത്ത് മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കും. മാത്രമല്ല, ആ മേഖലയിലെ കാലാവസ്ഥ ഈ പറഞ്ഞതുപോലെ ഇത്രയും ഒരു വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കാലാവസ്ഥയാണോ അവിടെ ഉണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി പ്രധാനമായും അന്വേഷിക്കേണ്ടി വരും. മാത്രമല്ല, ഈ വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ട് മുമ്പ് പൈലറ്റുമാരുടെ സംഭാഷണങ്ങൾ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി ആ ബ്ലാക്ക് ബോക്സിൽ നിന്ന് എടുത്ത് ഇതെല്ലാം കൂടി കണക്ക് കൂട്ടിച്ചേർത്തിട്ടായിരിക്കും ഇവിടെ ഒരു അന്വേഷണം ഉണ്ടാവുക. മാത്രമല്ല, അത്രയും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത്രയും സുരക്ഷയുള്ള, അത്രയും VVIക്ക് സഞ്ചരിക്കാനുള്ള വിമാനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ പരിശോധനകളും നടത്തിയ ശേഷമായിരിക്കും അതൊരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറാവുക. അത്തരത്തിലുള്ള സുരക്ഷാ പരിശോധനകൾ കൂടി പിന്നിട്ടിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അഭിലാഷേക്ക് വരാം. ഇതാ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഈ അപകടം സംബന്ധിച്ച ഒരു സുപ്രധാനമായ ദൃശ്യമാണ്. അതായത് ദൂരെയുള്ള ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യമാണ്. അങ്ങ് അകലെ നമുക്ക് കാണാനാവും ഫ്ലൈറ്റ് വീണ് പുകപടലങ്ങൾ ആകാശത്തേക്ക് ഉയരുന്ന ആ എക്സ്പ്ലോഷൻ്റെ ഒരു തീവ്രത വ്യക്തമാക്കുന്ന ദൃശ്യമാണ്. അതായത് ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്ന വിഷയമല്ല, അതിനപ്പുറം ആ സ്ഫോടനം നടക്കുന്നതിൻ്റെ വളരെ വിദൂരത്തിലുള്ള ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞ ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് വരുന്നത്. ഇതാണിപ്പോൾ ആ അപകടത്തിൻ്റെ ഇതുവരെ പുറത്തു വന്ന ഒരു ദൃശ്യം. സാധാരണ സാങ്കേതികവിദ്യ ഇത്ര വലുതായ കാലത്ത് പലപ്പോഴും ഈ എക്സ്പ്ലോഷൻ്റെ ആ ദൃശ്യങ്ങളൊക്കെ എവിടെയെങ്കിലും ലൂടെ പുറത്തു വരുന്നതായിരുന്നു. പക്ഷേ അജിത് പവാറിൻ്റെ ഈ അപകട ദൃശ്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതാ ഇപ്പോൾ പുറത്തു വരുന്ന ഈ അപകടത്തിൻ്റെതെന്ന് കരുതപ്പെടുന്ന ദൃശ്യമാണ്. ഇന്ന് രാവിലെ 8:46 ആ CCTVയുടെ ടൈമിംഗ് ശ്രദ്ധിക്കുക. 8:46 ആ എക്സ്പ്ലോഷൻ നടക്കുന്ന ആ ദൃശ്യമാണ് പുറത്തു വരുന്നത്. അഭിലാഷ്, നമുക്ക് ദൃശ്യത്തിൽ വളരെ വ്യക്തമാണ് അത് എത്ര വലിയൊരു തീവ്ര പൊട്ടിത്തെറിയാണ് അവിടെ ഉണ്ടായത് എന്ന കാര്യം. സ്വാഭാവികമാണ്, വിമാനം വീഴുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ദൃക്സാക്ഷി വിവരണം കൂടുതൽ വ്യക്തതയുള്ളതാണ്, അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ, അല്ലേ അഭിലാഷ്?
തീർച്ചയായിട്ടും സജിത്ത് വലിയൊരു പറഞ്ഞത് ഈ നാട്ടുകാർ ദൃക്സാക്ഷി പറഞ്ഞത് തങ്ങൾക്ക് ഓടി അടുത്ത് ചെല്ലാനോ അവിടെ നിന്നുള്ള ആൾക്കാരെ ഈ വിമാനത്തിലുള്ള ആളുകളെ രക്ഷിക്കാനോ അടുത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. കാരണം അത്ര വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. അത് ഒരിക്കലല്ല 3 തവണ ആ വിമാനം പൊട്ടിത്തെറിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അത്രയും വലിയൊരു തീയും പുകയും ഉയരുന്നത് കാണുമ്പോൾ അത് ആ പറഞ്ഞത് ശരിവെക്കാനാണ്, ആ ദൃക്സാക്ഷിയുടെ വാക്കുകൾ ശരിവെക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. കൃത്യം 8:46 വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം അവിടെ നടക്കുന്നത്. ആ ഒരു ആളൊഴിഞ്ഞ പ്രദേശമായതുകൊണ്ട് മാത്രം ഒരു ഇതിലും വലിയൊരു ദുരന്തം ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷേ അജിത് പവാറിനും ഒപ്പമുണ്ടായിരുന്ന ആളുകൾക്കും ജീവൻ നഷ്ടമായിരിക്കുന്നു. ഈ CCTV ദൃശ്യങ്ങളടക്കം വളരെ നിർണായകമായിട്ടുള്ള രേഖകൾ ഈ അന്വേഷണ ഏജൻസിക്ക് പരിശോധിക്കേണ്ടി വരും. കാരണം ഒരു 8 മുതൽ 9 പേർ വരെ സഞ്ചരിക്കുന്ന ഒരു വിമാനമാണ്. അതിൽ നിന്ന് ആ ഒരു വിമാനം പൊട്ടിത്തെറിക്കുമ്പോൾ ഇതിലും ഇത്ര വലിയ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് എങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളടക്കം അവിടെ പരിശോധിക്കേണ്ടി വരും. സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ അപകടം ഉണ്ടായതിൽ നിന്ന് എത്രയോ ദൂരെയുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തൊട്ടടുത്ത് ആ മേഖല മുഴുവൻ ഇപ്പോഴത്തെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ വിമാനം വീണ മേഖല മുഴുവൻ കത്തിക്കരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്രയും വലിയൊരു എക്സ്പ്ലോഷൻ അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ളത് ഏറ്റവും പ്രധാനമായും അവർ അന്വേഷിക്കേണ്ടി വരുന്നത്. ഇതിന്റെ പിന്നിൽ എന്താണ് നടന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ വിമാനം എന്തുകൊണ്ട് തകർന്നു വീണു, എന്തായിരുന്നു അവിടുത്തെ കാരണം, അതിൽ ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്ന ഈ ഒരു അവിടുത്തെ കാലാവസ്ഥ തന്നെയാണോ പ്രധാനപ്പെട്ട കാര്യം, അതല്ല മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി അവർക്ക് അന്വേഷിക്കേണ്ടി വരും. അതിന് പ്രധാനമായും കാരണം ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ചില ആരോപണങ്ങൾ, ശക്തമായ ആരോപണങ്ങൾ പരോക്ഷമായെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. അത് വിരൽ ചൂണ്ടുന്നത് കേന്ദ്ര സർക്കാരിലേക്കും BJP-യിലുമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭാഗം ജനങ്ങൾക്ക് മുന്നിൽ ക്ലിയറാക്കാൻ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മമതാ ബാനർജി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഇപ്പോൾ RJD-യും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ ഏറ്റുപിടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് പാർലമെന്റിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ ചർച്ചയാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ വലിയൊരു അന്വേഷണം തന്നെ നടത്തേണ്ടി വരും. കാരണം നഷ്ടപ്പെട്ടിരിക്കുന്നത് മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ്. മാത്രമല്ല 66 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. രാഷ്ട്രീയത്തിൽ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ട ഒരാളായിരുന്നു. പക്ഷേ മമതാ ബാനർജി പറഞ്ഞത് ശരിയാണെങ്കിൽ BJP വിടാനായിട്ട് ഒരുങ്ങുന്ന ഒരു നേതാവാണ് ഇപ്പോൾ ഈ ഒരു ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ ഏതെങ്കിലും ശക്തികൾ പിന്നിലുണ്ടോ എന്നുള്ള കാര്യം കൂടി മമതാ ബാനർജി ഉന്നയിക്കുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് സമർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടി BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിടാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് BJP-യുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു അപകടത്തിൻ്റെ രാഷ്ട്രീയ വശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വിമാനം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഭാഗ്യവശാലാണ് നമുക്ക് ബ്ലാക്ക് ബോക്സ് വീണ്ടെടുക്കാനായത്. അതിൽ നിന്നുള്ള വിവരങ്ങൾ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ പൈലറ്റുമാർ അവസാനം സംസാരിച്ചതുൾപ്പെടെ ആ ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ ഡീകോഡ് ചെയ്യുമ്പോൾ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മമതാ ബാനർജിയും അതുപോലെ RJD നേതാവ് ലാലു പ്രസാദ് യാദവും അടക്കം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ BJP-ക്ക് നേരെ ഉയർത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ BJP-യുടെ ഇനി ഉത്തരവാദിത്വം. ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, കേന്ദ്ര സർക്കാരിനാണ് ഇതിൽ ഇനി എന്തെങ്കിലും പറയാൻ കഴിയുക. അവരുടെ അന്വേഷണ ഏജൻസിയാണ് ഇതിൽ കൃത്യമായ രീതിയിൽ ഒരു റിപ്പോർട്ട് നൽകേണ്ടത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾ അത് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഗൗരവമുള്ള അന്വേഷണം നടത്തി ഇതിൽ വ്യക്തത വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്തമായി മാറുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയാണ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇടവേളയാണ് മടങ്ങി. സ്പോട്ട് ലൈവ് ഇനി കടക്കുന്നത് മറ്റൊരു സുപ്രധാനമായ വാർത്തയിലേക്കാണ്. എല്ലാവരെയും ഞെട്ടിച്ചതാണ് എറണാകുളം തിരുവാങ്കുളത്തെ ഒരു +2 വിദ്യാർത്ഥിനിയുടെ മരണം. സ്കൂളിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥിനിയെ പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ചില കണ്ടെത്തലുകളാണ് ഈ കേസിൽ, ഈ സംഭവത്തിൽ ഏറ്റവും പുതിയതായി നിർണായകമാവുന്നത്, ഏറെ ഗൗരവമുള്ള ചർച്ചകൾക്ക് ഇടവയ്ക്കുന്നത്. ഈ 16-കാരിയുടെ ആത്മഹത്യ കൊറിയൻ യുവാവിൻ്റെ മരണത്തിൽ മനം നൊന്ത് എന്ന പുതിയ കണ്ടെത്തലാണ് പുറത്തുവരുന്നത്. തിരുവാങ്കുളത്ത് പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 16-കാരിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട കൊറിയൻ സ്വദേശിയായ തൻ്റെ സുഹൃത്ത് മരിച്ചെന്ന വിവരം ലഭിച്ചെന്നും ഇതിൻ്റെ വിഷമം സഹിക്കാൻ കഴിയില്ലെന്നുമാണ് കത്തിൽ പറയുന്നത്.
എന്തായാലും ഏറെ ഗൗരവമുള്ള വിഷയമാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നമുക്ക് വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയായി ഇത് മാറുകയാണ്. ഇൻസ്റ്റാഗ്രാം വഴിയുള്ള കൊറിയൻ സ്വദേശിയായ ഒരു സുഹൃത്ത്, ഇയാളുടെ മരണം തന്നെ മാനസികമായി വേദനിപ്പിക്കുന്നു, അതിൽ താൻ മരണപ്പെടുന്നു. ഇതാണോ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്? എങ്ങനെ ഈ കൊറിയൻ യുവാവ് കടന്നു വരുന്നു, ഇയാളുമായുള്ള പരിചയം എങ്ങനെ ഉണ്ടാവുന്നു, ഇതിലേക്ക് കൂടി അന്വേഷണം കടന്നു പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും സജിത്ത്, കാരണം പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും ലഭിച്ചിട്ടുള്ള ആത്മഹത്യാക്കുറിപ്പിലാണ് ഈ ജനുവരി 16-ന് തന്റെ സുഹൃത്തായ കൊറിയൻ സ്വദേശി മരിച്ചു, ആ വിവരം അറിഞ്ഞതിന്റെ മനോവിഷമം തനിക്ക് താങ്ങാനാകുന്നില്ല, അതുകൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്നാണ്. പെൺകുട്ടി രാവിലെ ട്യൂഷന് പോയ ശേഷം സ്കൂളിലേക്ക് പോകുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത്. അന്നും രാവിലെ ട്യൂഷന് പോയിരുന്നു, അതേസമയം സ്കൂളിൽ എത്തിയിരുന്നില്ല എന്നുള്ള വിവരവും പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ പാറമടയ്ക്ക് അടുത്തായിട്ട് ഒരു ബാഗ് കണ്ടെത്തുകയും ആ ബാഗ് സ്കൂൾ ബാഗാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി ആളുകൾ ഈ പാറമടയിലെ വെള്ളത്തിൽ തിരയുകയും ചെയ്തതോടുകൂടിയാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ഏതാണ്ട് 400 മീറ്ററോളം താഴ്ചയുണ്ട് പാറമടയ്ക്ക്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും പെൺകുട്ടിയുടെ ബാഗിൽ നിന്നുമാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. ഈ ഇൻസ്റ്റഗ്രാമിലൂടെ താനൊരു കൊറിയൻ സ്വദേശിയെ പരിചയപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ തനിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു കൊറിയൻ സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചതിനെ തുടർന്നുണ്ടായ മനോവിഷമമാണ് തന്റെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ ജീവൻ ഒടുക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പെൺകുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. അതേസമയം ഈ ഫോണുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. ഇത്തരം ഈ ഐഡിയുമായി ബന്ധപ്പെട്ട, അതായത് ഈ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ആൾ അതൊരു ഫേക്ക് ഐഡി ആണോ, അതല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം നിലവിലുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടും കുട്ടിയുടെ ഇൻസ്റ്റഗ്രാമുമായി ബന്ധപ്പെട്ടും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എങ്ങനെയായിരുന്നു, അതല്ലെങ്കിൽ അത്തരം ഇടപെടലുകളെ കുറിച്ചുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സരിത, എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആജ്ഞ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഈ കൊറിയൻ തരംഗം കേരളത്തിലേക്കും വരുന്നു. പ്രത്യേകിച്ച് ഈ ജെൻസി തലമുറയിൽ ഇതൊരു വലിയ വികാരമാകുന്നു, വലിയ തരംഗമാകുന്നു എന്ന സാഹചര്യമുണ്ട്. മുമ്പും ഇത് ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്തു പോയതാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ മരണകാരണം ഇതെങ്കിൽ ഏറെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു വിഷയം കൂടിയായി ഇത് മാറുകയാണല്ലോ. എങ്ങനെയാണ് ഈ കൊറിയൻ ബന്ധങ്ങൾ ഉണ്ടാവുന്നത്? ഒപ്പം തന്നെ കൊറിയയിലെ സിനിമാ താരങ്ങൾക്കടക്കം നമുക്കിവിടെ കിട്ടുന്ന സ്വീകാര്യത വളരെ വലുതാണ്. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളുടെ ഒരു കടന്നുവരവോടുകൂടി ഇത് ഒരു പുതിയ തരംഗത്തിന്, പുതിയ തലത്തിലേക്ക് കൂടി കടന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഏറെ ഗൗരവമുള്ള നമ്മുടെ സമൂഹ പശ്ചാത്തലത്തിൽ നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടി ഇതിൽ ഉണ്ടാവുന്നില്ലേ? തീർച്ചയായിട്ടും സജിത്ത്, 2012-ലാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഈ കന്നം സ്റ്റാർ എന്ന് പറയുന്ന ആൽബത്തിൻ്റെയോട് കൂടിയാണ് കൊറിയൻ ഒരു ഇൻഫ്ലുവൻസ് കടന്നു വന്നത്. പക്ഷെ അത് അധികകാലം ആ ഒരു സോങ്ങോട് കൂടി അല്ല ആ ആൽബത്തോട് കൂടി നിന്നെങ്കിൽ പിന്നീട് BTS ബാൻഡ് വരുന്നു, അതുപോലെ ബ്ലാക്ക് പിങ്ക് ബാൻഡ് വരുന്നു. അങ്ങനെ തുടങ്ങിയ ചില ബാൻഡുകൾ ഈ കൊറിയക്കാരായ ആളുകളുടെ സൗന്ദര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ജൻസിയെ ആകർഷിക്കുന്ന ഒരു തരത്തിലേക്ക് മാറുന്നു. ഇപ്പോൾ കൗമാരക്കാരുടെ എല്ലാം ട്രെൻഡ് എന്ന് പറയുന്നത് BTS ബാൻഡും ജംഗൂക്കും ഒക്കെയാണ്. ആ ജംഗൂക്കിന്റെ ഹെയർ സ്റ്റൈൽ, അതല്ലെങ്കിൽ ജംഗൂക്കിനെ പോലെ ലുക്കുള്ള ആൾ, BTS ബാൻഡിന്റെ പ്രോഗ്രാമുകൾ കാണുക, അതല്ലെങ്കിൽ കൊറിയൻ ഡ്രാമകൾ കാണുക, അതുപോലെ നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ OTTയിൽ അവൈലബിൾ ആയിട്ടുള്ള കൊറിയൻ ഡ്രാമകൾ കാണുക, കൊറിയൻ ഭക്ഷണം അതിൻ്റെ ഒരു ട്രെൻഡ് എന്നൊക്കെ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ തിരുവനന്തപുരത്ത് തന്നെ പല റെസ്റ്റോറൻറ്റുകളിലായി കൊറിയൻ ഭക്ഷണത്തിന് വലിയ വ്യാപകമായി കൊറിയൻ ഭക്ഷണം വിൽക്കുന്ന റെസ്റ്റോറൻറ്റുകൾ കുറേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊറിയൻ ഭക്ഷണം അന്വേഷിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ K-beauty, കൊറിയൻ ബ്യൂട്ടി ആ സീക്രട്ടുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അതുപോലെ അത്തരം കൊറിയൻ സൗന്ദര്യ രഹസ്യങ്ങളൊക്കെ യൂട്യൂബ് അല്ലെങ്കിൽ റീൽസ് ആക്കുമ്പോഴൊക്കെ അതിനൊക്കെ വലിയ റീച്ച് കിട്ടുക. അങ്ങനെ കൊറിയക്കാരോടുള്ളൊരു ഭ്രമം ഈ ജൻസിയുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ്, നേരത്തെ കല്ലമ്പലത്ത് ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നതാണ്. അതായത് ഈ ജംഗൂക്കിൻ്റെ ബാൻഡുമായി BTS ആർമി ബാൻഡുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ, അതായത് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു സാഹചര്യം കൂടി, അതിനോടുള്ള ഭ്രമം മൂത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള മാനസിക സമ്മർദ്ദമാണ് ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ ഈ തിരുവാങ്കുളത്തെ പെൺകുട്ടിയും
കൊറിയക്കാരനുമായുള്ള ബന്ധത്തെ തുടർന്ന് അല്ലെങ്കിൽ കൊറിയക്കാരനുമായി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. ആ റിലേഷൻഷിപ്പ് തകർന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് പറയുന്ന മെസ്സേജ് ലഭിക്കുകയും അതിൽ മാനസികമായി തകർന്ന് പെൺകുട്ടി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ കൗമാരക്കാരുടെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഒരു പഠന വിധേയമാക്കേണ്ട സബ്ജക്റ്റ് തന്നെയാണ് എന്ന് തോന്നുന്നു. കാരണം ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായി കൂടുന്നു, ഇവരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ മാറുന്നു, അല്ലെങ്കിൽ ഇവർ തിരഞ്ഞെടുക്കുന്ന സ്പൗസിൻ്റെയും പാർട്ട്ണറിൻ്റെയും ഒക്കെ സങ്കല്പങ്ങൾ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് കൊറിയക്കാരനാണ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് അയാളുമായി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. ഇത്തരം അനാരോഗ്യകരമായുള്ള മേഖലകളിലേക്കും രീതിയിലേക്കും കുട്ടികൾ കടന്നുപോയോ എന്നുള്ള ഒരു അസസ്മെന്റ് കൂടി നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. നേരത്തെ കല്ലമ്പലത്തും ഇത്തരമൊരു ആത്മഹത്യ നടന്നതായി മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ നടക്കുന്നു. അതല്ലെങ്കിൽ ഇവരുടെ മാനസിക ആരോഗ്യം എത്രത്തോളം ഉണ്ട്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണമെന്നുള്ള കാര്യവും കൂടിയാണ് ഓർമ്മപ്പെടുത്തുന്നതെന്ന് വേണം. എന്തായാലും ഈ കൊറിയക്കാരനായ സുഹൃത്ത് മരിച്ചു എന്നുള്ള കാര്യം ലഭിച്ച ശേഷമാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് അവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിൽ കൂടുതൽ പരിശോധന പോലീസിന് ആവശ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ എത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന ID ഫേക്ക് ആണോ, അതല്ലെങ്കിൽ ഈ കൊറിയൻ സുഹൃത്തിൻ്റെ ID ഫേക്ക് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും പുറത്തു വരാണ്ട് അത്തരം അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസും സൈബർ വിങ്ങും ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, എന്തായാലും പുതിയ തലമുറയുടെ കൊറിയൻ സ്നേഹം, കൊറിയൻ പ്രേമം, കൊറിയൻ അനുകരണങ്ങൾ ഇതിന് ഇടവെച്ചിട്ടുണ്ടോ എന്ന ഗൗരവമായ പരിശോധന കൂടിയാണ് വേണ്ടിവരുന്നത്. തിരുവാങ്കുളത്തെ 16-കാരിയുടെ മരണം ഗൗരവമുള്ള ചോദ്യങ്ങൾ ഉയർത്തുക. മറ്റൊരു വാർത്തയിലേക്ക് സ്പോട്ട് ലൈവ് കടക്കുന്നു. കോഴിക്കോട് എലത്തൂർ കൊലപാതകത്തിൽ പ്രതി വൈശാഖനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കൊയിലാണ്ടി കോടതിയിൽ എലത്തൂർ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. ഒന്നിച്ച് ജീവനെടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് ബന്ധുവായ യുവതിയെ ഇയാൾ കൊലപ്പെടുത്തിയത്. പ്രതിയുടെ വർക്ക്ഷോപ്പിലെത്തിയ ശേഷം മരിക്കാൻ വിസമ്മതിച്ച യുവതിയെ ജ്യൂസിൽ ലഹരി ഗുളിക നൽകി പാതി മയക്കിയ ശേഷം ജീവനൊടുക്കാൻ വീണ്ടും പ്രേരിപ്പിക്കുകയായിരുന്നു. യുവതിയുമായുള്ള ബന്ധം ഭാര്യ അറിയുമെന്ന ഭയത്താലാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. കൊല നടന്ന സ്ഥലത്ത് പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത് സംബന്ധിച്ച് പ്രതിയുടെ വെളിപ്പെടുത്തലുകൾ എങ്ങനെയാണ്? ഇത് സംബന്ധിച്ച തെളിവുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. സജിത്ത്, അങ്ങേയറ്റം പൈശാചികമെന്നും അല്ലെങ്കിൽ ക്രൂരമെന്നും വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കൊലപാതകം തന്നെയാണ് എലത്തൂരിൽ നടന്നിരിക്കുന്നത്. ഈ വൈശാഖൻ്റെ ഒരു ബന്ധു കൂടിയാണ് ഈ യുവതി. 16 വയസ്സ് മുതൽ ഈ കുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് 26 വയസ്സ് എത്തിയ ഒരു യുവതിയായി മാറിയിരുന്നു. ഈ യുവതിയുടെ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് ഈ സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. 16 വയസ്സ് മുതൽ തന്നോട് വളരെ അടുപ്പത്തോടെ പെരുമാറുകയും ലൈംഗികമായി ദുരുപയോഗം ചെയ്തടക്കമുള്ള കാര്യങ്ങളിലേക്കും ഇയാൾ കടന്നിരുന്നുവെന്നാണ് ഡയറി കുറിപ്പുകളിൽ നിന്നും വ്യക്തമാവുന്നത്. മറ്റ് പല സ്ത്രീകളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് ഈ യുവതിക്ക് മനസ്സിലാവുകയും ഇതേ ചൊല്ലി ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ വൈശാഖൻ്റെ ഭാര്യയോടും മറ്റുള്ള ആളുകളോടും ഈ പീഡനം സംബന്ധിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ തങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയിക്കും എന്ന് യുവതി പറയുകയും ചെയ്തു. ഇതോടെയാണ് പുറം ലോകം അറിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങൾ അതറിഞ്ഞാണ് ഈ കുട്ടിയെ ഒഴിവാക്കാൻ തീരുമാനിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഈ ഡയറി കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ 16 വയസ്സ് മുതൽ പീഡനത്തിന് വിധേയമാക്കിയെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോക്സോ കുറ്റമടക്കം ഈ പ്രതിക്കെതിരെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളുകളായി ഇരുവരും തമ്മിൽ അത്ര ചേർച്ചയിൽ ആയിരുന്നില്ല ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറയുന്നു. ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് കരുതി വീണ്ടും ഒരു അടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്ന 24-ന് യുവതിയെ ഇയാളുടെ ഉടമസ്ഥയിലുള്ള ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഇരുവർക്കും ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ലോകം രണ്ടുപേരെയും സംശയ ദൃഷ്ടിയോടുകൂടി നോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒന്നിച്ച് ജീവൻ ഒടുക്കാം എന്നാണ് ഈ യുവതിയോട് ഈ വൈശാഖൻ പറഞ്ഞത്. ഇതിനുശേഷം മയക്കുമരുന്ന് അല്ലെങ്കിൽ ഉറക്ക ഗുളികളൊക്കെ കയ്യിൽ കരുതിയാണ് വൈശാഖൻ ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലേക്ക് എത്തിയത്. അവിടെ ഈ യുവതി എത്തുകയും ഈ യുവതിക്ക് ഈ ഉറക്ക ഗുളികകൾ നൽകി ഒരു പാതി മയക്കത്തിലേക്ക് എത്തുകയും ചെയ്തു. ഈ മയക്കുമരുന്ന് നൽകുന്നതിന് മുമ്പ് ആത്മഹത്യയെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞപ്പോൾ അത്ര അനുകൂലമായ ഒരു നിലപാടല്ല യുവതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്നാൽ പിന്നീട് ഒരു അർദ്ധബോധാവസ്ഥയിലേക്ക് മാറിയപ്പോൾ ഇയാളുടെ പ്രേരണയ്ക്ക് ഇവർ വഴങ്ങുകയായിരുന്നു. രണ്ടുപേരും അടുത്തടുത്ത 2 സ്റ്റൂളുകൾ ഇടുകയും കയർ മുകളിൽ കുരുക്കി മരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് നീങ്ങുകയും ചെയ്തു. എന്നാൽ വളരെ പെട്ടെന്ന് രണ്ടുപേരുടെയും തലയിൽ കുരുക്കിട്ട് അല്ലെങ്കിൽ കഴുത്തിൽ കുരുക്കിട്ട് നിൽക്കുമ്പോൾ ഈ വൈശാഖൻ പെട്ടെന്ന് അടുത്തുള്ള സ്റ്റൂളിൽ നിന്നും താഴെ ഇറങ്ങുകയും യുവതി നിന്ന ആ സ്റ്റൂള് തട്ടി മാറ്റുകയുമാണ്. അങ്ങനെ യുവതി
യുവതി കഴുത്ത് കുരുങ്ങി ഒരു മരിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങി. പക്ഷേ ആ സമയത്തും അയാളുടെ ലൈംഗിക വൈകൃതം ഈ യുവതിക്ക് മേൽ തീർക്കാൻ ശ്രമിച്ചു. പിന്നീട് കെട്ടഴിച്ച് താഴേക്കിട്ട ശേഷവും ചില മോശമായ ഇടപെടലുകൾ ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇതിനുശേഷം ഈ വൈശാഖൻ്റെ ഭാര്യയെ വിവരമറിയിക്കുന്നു. ഭാര്യ ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പ് ഭാഗത്തേക്ക് എത്തുന്നു. ഒപ്പം ചില നാട്ടുകാരും ചേർന്നൊക്കെ ഈ യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആശുപത്രിയിൽ എത്തിച്ച ശേഷം അല്ലെങ്കിൽ മരണം ഒക്കെ സ്ഥിരീകരിച്ച് അനന്തര നടപടിക്രമങ്ങളിലേക്ക് തീരുമ്പോൾ വീണ്ടും ഈ വർക്ക്ഷോപ്പിലെത്തി തെളിവുകൾ നശിപ്പിക്കാം എന്ന ഒരു ധാരണയായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത്. അതായത് ഈ CCTV ദൃശ്യങ്ങളിൽ അടക്കം ഈ പല കാര്യങ്ങളും പതിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം തെളിവുകളൊക്കെ പിന്നീട് നശിപ്പിക്കാം എന്നാണ് വൈശാഖൻ വിചാരിച്ചത്. പക്ഷേ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആ സമയം തന്നെ ചില സംശയങ്ങൾ നാട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ഈ രണ്ടുപേരുടെയും, അതായത് ഈ മരിച്ച യുവതിയുടെയും വൈശാഖൻ്റെയും ഇടപെടലുകളിൽ ചില സംശയങ്ങൾ തോന്നിയിരുന്നു നേരത്തെ തന്നെ നാട്ടുകാർക്കും. അത് പോലീസിനോട് പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് അപ്പോൾ തന്നെ പോലീസ് എത്തുകയും ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പ് പൂട്ടി സീൽ ചെയ്യുകയും ചെയ്തു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും ഇവരുടെ സംഭാഷണമടക്കം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഉടൻ തന്നെ വൈശാഖനെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയുമായിരുന്നു. പിന്നാലെ ഇയാൾ നടന്ന സംഭവങ്ങളൊക്കെ പൂർണ്ണമായി സമ്മതിക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് ഫോറൻസിക് ഉദ്യോഗസ്ഥരും മറ്റ് വിരലട വിദഗ്ധരുമൊക്കെ സ്ഥലത്തെത്തി വിശദമായ തെളിവുകൾ ശേഖരിച്ചു. സിറ്റി പോലീസ് കമ്മീഷൻ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഈ സംഭവസ്ഥലം കാണുകയും ചെയ്തിരിക്കുന്നു. കോടതിയിൽ വൈകാതെ കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷമാവും ഈ സ്ഥലത്ത് എത്തിച്ചുള്ള തെളിവെടുപ്പ് അല്ലെങ്കിൽ വിശദമായ കേസുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, മറ്റാർക്കെങ്കിലും ഈ കേസിൽ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിശദമായ ഒരു അന്വേഷണം ഉണ്ടാവുക. എന്തായാലും വളരെ കൃത്യമായ സമർത്ഥമായ അന്വേഷണത്തിൽ കൂടിയാണ് അധികം വൈകാതെ തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ആത്മഹത്യയായി മാറേണ്ട അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യ തെളിവുകൾ ഈ വൈശാഖൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. എലത്തൂർ SHO രഞ്ജിത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് വളരെ കാര്യക്ഷമമായി ഈ അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുന്നത്. സജിത്ത്, എന്തായാലും വൈശാഖനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ്. എന്തായാലും ഗുരുതരമായ കണ്ടെത്തലുകളാണ് പോലീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത്ര ഗുരുതരമായ കുറ്റകൃത്യമാണ് പ്രതി വൈശാഖൻ ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. സ്പോട്ട് ലൈവ്. മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് കർശന വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചത്. രാഹുലിനെ ഇന്ന് തന്നെ പുറത്തിറങ്ങാം എന്നതാണ് സാഹചര്യം. സാക്ഷികളെ സ്വാധീനിക്കരുത്, സമൂഹ മാധ്യമങ്ങളെ വഴി ഭീഷണിപ്പെടുത്തരുത്, അന്വേഷണവുമായി സഹകരിക്കണം, എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, രാഹുലിന് ഇന്ന് തന്നെ പുറത്തിറങ്ങാനാകുമോ? കാരണം ഹൈക്കോടതിയുടെ പെൻഡിങ്ങിൽ മറ്റൊരു അപേക്ഷയുണ്ട്. സഹിത്ത് തീർച്ചയായും അക്കാര്യം കൂടിയുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ മൂന്നാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടാണ് രാഹുലിനിപ്പം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അത് ഉപാധികളോടുകൂടിയാണ്. കർശന വ്യവസ്ഥകളുണ്ട്. അതായത് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ രാഹുൽ ഹാജരാവണം, അന്വേഷണവുമായി സഹകരിക്കണം, ഒപ്പം പരാതിക്കാരിയെ സ്വാധീനിക്കുകയോ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നു. ഒപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഈ പരാതിക്കാരിയെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പാടില്ല എന്നുള്ള കാര്യം കൂടി ഈ ജാമ്യവ്യവസ്ഥയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം 50,000 രൂപയും 2 ആൾ ജാമ്യം കൂടാണ് ഈ ജാമ്യവ്യവസ്ഥയിൽ പറയുന്നത്. അത്തരത്തിൽ എന്തായാലും രാഹുൽ ഇന്ന് വൈകിട്ടോടുകൂടി ജാമ്യത്തിൽ പുറത്തിറങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതേസമയം ഹൈക്കോടതിയുടെ കേസുണ്ട്, അതിന്റെ കാര്യം കൂടി ഇന്ന് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചുള്ളത്. ഈ ജാമ്യ ഉത്തരവുമായി ബന്ധപ്പെട്ട് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം നടക്കുക. അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷമാണ് മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ നിന്നും രാഹുൽ പുറത്തു വരിക. എന്തായാലും വൈകിട്ട് ഒരു 4 മണിയോടുകൂടി രാഹുൽ പുറത്തു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ പാർട്ടി പ്രവർത്തകർക്കൊക്കെ ഉള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ 24-നാണ് ഈ വിധി പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ബാക്കി വെച്ചത്. ഇരു ഭാഗത്തിന്റെയും വാദങ്ങൾ കോടതി കേട്ടിരുന്നു. പ്രധാനമായും രാഹുൽ ഈ MLA ആണ്. ഈ ആസൂത്രിതമായ ഒരു കേസാണിത്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായും വാദിഭാഗം ഉന്നയിച്ചിരുന്നത്. നേരത്തെയും ഈ സമാനമായ ഈ കേസിൽ 2 കേസിൽ രാഹുലിന് ജാമ്യം ലഭിച്ചിരുന്നു. പരാതിക്കാരി നേരത്തെ ഇൻസ്റ്റഗ്രാം വഴിയാണ് രാഹുലിനെ പരിചയപ്പെട്ടത്. ഉഭയ സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വാദിഭാഗം ഉന്നയിച്ചിരുന്നു. അപ്പൊ അതേസമയം പ്രോസിക്യൂഷൻ ഇക്കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു. രാഹുലിന് ജാമ്യം അനുവദിക്കാൻ പാടില്ല. നിലവിൽ രാഹുൽ MLA ആണ്. ഈ പരാതിക്കാരെയും അതുപോലെ സാക്ഷികളെ സ്വാധീനിക്കാൻ
സാഹചര്യമുണ്ട്. നിരന്തരം സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് രാഹുൽ. അതുകൊണ്ട് രാഹുലിന് ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇത് രണ്ട് വാദവും കേട്ടതിനു ശേഷമാണ് ഇന്ന് കോടതി വിധി പറഞ്ഞത്. നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുലിനെ ചോദ്യം ചെയ്യുന്ന കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യമില്ല. തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ രാഹുലിനാണ് അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഇന്ന് ജാമ്യം പത്തനംതിട്ട ജില്ലാ സെഷൻ കോടതി രാഹുലിന് അനുവദിച്ചിട്ടുള്ളത്. യെസ്, രാഹുൽ മാങ്കൂട്ടത്തിന് താൽക്കാലിക ആശ്വാസമാണ്, പുറത്തിറങ്ങാമെന്നതാണ് നിലവിലെ സാഹചര്യം. പക്ഷേ മറ്റൊരു കേസിൽ ആദ്യ പരാതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഹൈക്കോടതി തീരുമാനം പറയുകയാണ്. ഒരുപക്ഷേ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നീക്കമുണ്ടാകും. അങ്ങനെയെങ്കിൽ രാഹുലിന് വീണ്ടും കുരുക്കുണ്ടാകും, വീണ്ടും അറസ്റ്റ് സാധ്യതയും തള്ളിക്കളയാനാണ്. അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ യൂട്യൂബർ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പോലീസിനെതിരെ കോടതി. കൊച്ചി പോലീസിനെതിരെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിമർശനം ഉയർത്തിയത്. ഷാജൻ സ്കറിയ ഒളിവിലെന്ന പോലീസ് വാദത്തിലും കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഡോക്ടറുടെ ഫോൺ ചോർത്തിയെന്ന കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് വിമർശനം. കടവന്ത്ര പോലീസ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി നേരത്തെ ഷാജൻ സ്കറിയക്കെതിരെ കേസെടുത്തിരുന്നു. ഷാജൻ സ്കറിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഫെബ്രുവരി 7 കോടതി പരിഗണിക്കും. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, നിരന്തരമായി വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഇയാൾ. ഒളിവിലെന്ന വാദം എങ്ങനെ അംഗീകരിക്കും? പോലീസ് ഒത്തുകളിക്കുകയല്ലേ? ഈ ആക്ഷേപങ്ങൾ കോടതി ഉന്നയിച്ചതാണ്. എന്താണ് ഈ കോടതി വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി പോലീസിന്റെ നീക്കമുണ്ടാവുക? സജിത, കോടതി രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസിനെ വിമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നടപടികളിലേക്ക് കടക്കാനായിട്ട് പോലീസ് നിർബന്ധിതരാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. കാരണം ഇയാൾ ഒളിവിലാണ് എന്നതെല്ലാം തന്നെ പറയുമ്പോൾ കോടതി തന്നെ നിരീക്ഷിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? കാരണം ഒളിവിൽ ആണെന്ന വാദത്തിന് യാതൊരു രീതിയിലുള്ള സാധ്യതയുമില്ല. പ്രതിദിനം യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് കാണുന്നില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരികയും ചെയ്തു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ രീതിയിലുള്ളൊരു നിരീക്ഷണവും വിമർശനവും എല്ലാം തന്നെ നടത്തിയത്. ഇതിൽ ഒരു നിരന്തരമായി ഇത്തരം പരാതികൾ ഷാജൻ സ്കറിയക്കെതിരെ പലപ്പോഴും പരാതികൾ ഇതിൽ ഉയർന്നു വരുന്നത് സാധാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത് പോലീസ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ എന്നതെല്ലാമാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം പരാതികൾ ഉയർന്നിട്ടും എങ്ങനെ ഒരാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? നടപടികളില്ലാത്തത് എന്തുകൊണ്ടാണ് എന്നതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഡോക്ടറുടെ ഫോൺ ചോർത്തി എന്ന കേസ് നിലനിൽക്കുന്നുണ്ട്. ഈ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഇത്തരം വാദങ്ങൾ ഉയർന്നപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം വിമർശനങ്ങൾ ഉണ്ടായിരുന്നത്. കടവന്ത്ര പോലീസ് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. അത്തരം കാര്യങ്ങൾ ഉണ്ടായെങ്കിലും പക്ഷെ ഒരു തുടർ നടപടികളിലേക്കെങ്ങും പോയിരുന്നില്ല. അതാണ് ഇപ്പോൾ കോടതിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇയാൾ ഒളിവിലാണ് എന്നതെല്ലാം തന്നെ പറയുമ്പോൾ യൂട്യൂബിലുള്ള ഒരു അപ്ലോഡിങ് എല്ലാം തന്നെ കൃത്യമായി നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ആ രീതിയിലുള്ളൊരു വാദമുഖം ഉന്നയിക്കുന്നത്? ഇതിൽ കർശനമായ വകുപ്പുകളാണ് ഷാജൻ സ്കറിയക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. BNS, IT നിയമം, അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണ നിയമം എന്നീ നിയമങ്ങളിലെ ജാമ്യമില്ലാ വകുപ്പുകളാണ് യൂട്യൂബർ ഷാജൻ സ്കറിയക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരം ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടും എന്തുകൊണ്ട് നടപടികൾ എടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. ഒളിവിലാണെന്ന വാദത്തിനാണ് കോടതി ഏതാണ്ട് പോലീസിന് ഒരു മുഖമടിച്ച മറുപടി നൽകുന്നത് പോലെയുള്ള രീതിയിലേക്ക് ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു തുടർ നടപടി എന്ന രീതിയിലേക്ക് പോലീസിനെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടി വരുന്നു. കാരണം ഗുരുതര വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അറസ്റ്റ് നടപടികൾ മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. കടവന്ത്ര പോലീസാണ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ അടുത്ത മാസം ഫെബ്രുവരി 7 കോടതി പരിഗണിക്കുകയും ചെയ്യും. സജിത. യെസ്, ഷാജൻ സ്കറിയക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണ് കോടതിയിൽ നിന്നുണ്ടാവുന്നത്. പോലീസിന്റെ തുടർ നീക്കം നിർണായകമാണ്. അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പോലീസിൽ നിന്നും മറുപടി. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ്. പട്ടാമ്പി, തൃത്താല, കൂറ്റനാട് തുടങ്ങി 20ഓളം കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. ചാവക്കാട് പാലയൂരിൽ SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലും NIA പരിശോധന നടത്തി. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലും NIA കേസുകളിലും ഒളിവിൽ കഴിയുന്ന പ്രതികളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ പരിശോധന. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, NIAയുടെ പരിശോധനാ വിവരങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? സജിത്, ഇന്ന് രാവിലെ മുതൽ പോപ്പുലർ ഫ്രണ്ടിന്റെ 20 കേന്ദ്രങ്ങളിലാണ് NIA പരിശോധന നടത്തുന്നത്. കൊച്ചി,
തൃശ്ശൂർ, പാലക്കാട് തുടങ്ങിയ ജില്ലകൾ കേന്ദ്രീകരിച്ചിട്ടാണ് പരിശോധന. അതേസമയം കൊച്ചിയിലെ പരിശോധന ഏതാണ്ട് പൂർത്തിയായിരുന്നു, രാവിലെ തന്നെ പൂർത്തിയായിരുന്നു. അതേസമയം പാലക്കാട് പരിശോധന ഇപ്പോഴും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട് കാര്യങ്ങൾ ആസ്പദമാക്കിയാണ് പരിശോധനകൾ തുടരുന്നത്. ഒന്ന് പ്രത്യേകിച്ചും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടുമുള്ള കേസുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പരിശോധന തുടരുന്നത്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. അവരെ കേന്ദ്രീകരിച്ചിട്ടാണ് അന്വേഷണം തുടരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകൾ പലയിടത്തും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലും പരിശോധനകൾ നടത്തുന്നുണ്ട്. വിവിധ കേന്ദ്രങ്ങളിലായിട്ട് പരിശോധന നടക്കുന്നുണ്ട്. നിരോധിത സംഘടന എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ രഹസ്യമായുള്ള ഇത്തരം കൂടിച്ചേരലുകളും ഇത്തരം പ്രവർത്തനങ്ങളും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിശോധനകൾ തുടരുന്നത്. എന്തായാലും പാലക്കാട് ജില്ലയിലെ പരിശോധന ഇനിയും പൂർത്തിയായിട്ടില്ല. രാവിലെ മുതലാണ് പരിശോധന തുടങ്ങിയത്. ഒരു 9:30 കൊച്ചിയിൽ നടന്ന പരിശോധന പൂർത്തിയായിരുന്നു. അതുപോലെ തൃശ്ശൂരും പരിശോധന പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ പാലക്കാടത്തെ പരിശോധന ഇപ്പോഴും തുടരുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 20 കേന്ദ്രങ്ങളിലാണ് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പരിശോധന നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് NIA അടിയന്തര പരിശോധന എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികളെക്കുറിച്ച് അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധന നടന്നു വരുന്നുണ്ട്. സജിത്ത്, NIA സുപ്രധാനമായ പരിശോധനയാണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലാണ് NIA പരിശോധന നടത്തിയത്. പാലക്കാട് ആറങ്ങോട്ടുകര തോരക്കുന്നത്ത് നേർച്ചയ്ക്കിടെ വ്യാപക സംഘർഷം. ചെരിപ്പൂർ, പെട്ടിക്കട എന്നീ പ്രദേശങ്ങളിൽ നിന്നും നേർച്ച കാണാനെത്തിയവർ തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായത്. ചാലിശ്ശേരി പോലീസ് ഇടപെട്ടാണ് കൂട്ടത്തല്ല് അവസാനിപ്പിച്ചത്. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ദൃശ്യങ്ങൾ പരിശോധിച്ച് കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. നേരത്തെ പ്രദേശത്തെ നേർച്ചകളിലും പൂരങ്ങളിലും ഈ പ്രദേശത്തുകാർ തമ്മിൽ ചെറിയ രീതിയിലുള്ള വഴക്കുകൾ നിലനിന്നിരുന്നു. വിഷ്ണു നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, എന്താണ് സംഭവം? സജിത്ത്, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവം ഉണ്ടായത്. പാലക്കാട്, തൃശൂർ ജില്ലകളുടെ അതിർത്തിയായ ആറങ്ങോട്ടുകരയിൽ ഉണ്ടായ ഒരു ഉത്സവാഘോഷം. ആറങ്ങോട്ടുകര തോരക്കുന്നത്ത് നേർച്ച എന്ന് പറയപ്പെടുന്ന ഉത്സവാഘോഷത്തിലാണ് വ്യാപക സംഘർഷം ഉണ്ടായത്. ആഘോഷത്തിനിടെ രണ്ട് ടീമുകളുടെ യുവാക്കളായ രണ്ട് കൂട്ടർ തമ്മിൽ അടികൂടുകയായിരുന്നു. ചെരിപ്പൂർ, പെട്ടിക്കട പ്രദേശത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ചെരിപ്പൂർ, പെട്ടിക്കട എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള നേർച്ച കാണാനെത്തിയ ആളുകൾ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. മുൻപ് സമീപത്തെ പൂരങ്ങളിലൊക്കെ ചെറിയ തോതിലുള്ള വാക്കുതർക്കങ്ങൾ നിലനിന്നിരുന്നതായി അറിയുന്നുണ്ട്. ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയതായാണ് ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ടാൽ 10 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതേസമയം പോലീസ് എത്തിയാണ് ഈ കൂട്ടത്തല്ല് നിയന്ത്രിച്ചത്. സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല, എങ്കിലും ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സജിത്ത്, പാലക്കാട് തോരക്കുന്നത്താണ് ഈ നേർച്ചയ്ക്കിടെയുള്ള സംഘർഷമുണ്ടായത്. ചാലിശ്ശേരി പോലീസ് നടപടികളുമായി മുന്നോട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്ത് കൊല്ലം വിജിലൻസ് കോടതി. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജു, സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ശ്രീകുമാർ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. അതേസമയം തന്ത്രിയുടെ ജാമ്യഹർജി പരിഗണിക്കുന്നത് ഫെബ്രുവരി 3 മാറ്റി. കട്ടിടപ്പാടി കേസിലാണ് 3-ാം തീയതി വാദം കേൾക്കുക. ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഇന്ന് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വിനീഷ് ചേരുന്നു. വിനീഷ്,
തന്ത്രിയുടെ അറസ്റ്റാണ് സമീപ ദിവസങ്ങളിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. തന്ത്രിയുടെ ജാമ്യാപേക്ഷ വീണ്ടും മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ ഇനിയും ദിവസങ്ങളെടുക്കും പുറത്തിറങ്ങുമോ തന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനം അറിയാൻ, അല്ലേ? തീർച്ചയായും സജിത്ത്, അങ്ങനെ തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ തന്ത്രി കണ്ഠരാജീവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി അടുത്ത മാസം 2 മാറ്റിയിരിക്കുന്നത്. ഈ കട്ടിളപ്പാളി കേസിലാണ് അന്ന് വാദം കേൾക്കുക. ഇതിനിടെ ദ്വാരപാലക ശില്പ കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഇന്ന് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. തന്ത്രിക്കായി മുതിർന്ന അഭിഭാഷകൻ ബി രാമൻപിള്ളയാണ് ഓൺലൈനിലൂടെ ഹാജരായത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇരുവരും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുമൊക്കെയായിരുന്നു SIT കണ്ടെത്തി കോടതിയെ അറിയിച്ചത്. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്നും ആചാര ലംഘനം നടത്തിയിട്ടില്ലെന്നും അവിടുത്തെ ആചാരങ്ങൾ പാലിച്ചു തന്നെയാണ് പ്രവർത്തിച്ചതെന്നൊക്കെയായിരുന്നു തന്ത്രിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജു, അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ S ശ്രീകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈമാറിയെന്ന് ആരോപിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ആയ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് ഹാജരാക്കിയിരുന്നു. കാരണം ഇവരുടെ അതായത് റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഇന്ന് ഹാജരാക്കിയത്. വീണ്ടും 14 ദിവസത്തേക്ക് ഇവരെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഈ കേസിൽ മറ്റൊരു പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറാണ്. ഈ സുധീഷ് കുമാറിന്റെ നിലവിൽ സുധീഷ് കുമാർ റിമാൻഡ് ചെയ്യുകയാണ്. അറസ്റ്റായിട്ട് 90 ദിവസം പിന്നിടുന്നു. അപ്പോൾ സ്വാഭാവിക ജാമ്യത്തിനായിട്ട് നാളെ കോടതിയെ സമീപിക്കുമെന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ SIT ഇതുവരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സ്വാഭാവിക ജാമ്യത്തിനായിട്ട് നാളെ ശ്രമിക്കുന്നത്. അതിനുള്ള അപേക്ഷകൾ നാളെ സമർപ്പിക്കുമെന്ന് നമുക്കറിയുന്നു. അപ്പോൾ നേരത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു. നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായിരുന്നു ആദ്യം ജാമ്യം അനുവദിച്ചത്. പക്ഷേ ആ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. കാരണം മറ്റൊരു കേസിൽ കൂടി റിമാൻഡ് കാലാവധി ഉണ്ടായതുകൊണ്ട് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. അതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യമുണ്ട്. അപ്പം ഈ കുറ്റപത്രം വൈകുന്നത് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. സൈറ്റ് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് അന്വേഷണ സംഘം നടത്താൻ പോകുന്നത്. ഇന്ന് കോടതിയിൽ ഉണ്ടായതും എന്തായാലും ഈ തന്ത്രിയുടെ ജാമ്യമടക്കമുള്ള കാര്യങ്ങളിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചെങ്കിൽ കൂടിയും നീണ്ടുപോകും. ഫെബ്രുവരിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ തന്ത്രി കണ്ഠരാജീവർ ജയിലിൽ തുടരുമെന്നതാണ് സാഹചര്യം. ഇതിനിടയിൽ കണ്ഠരാജീവരുടെ ചില രഹസ്യ ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങൾ കൂടി SIT ശേഖരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷേ ഈ ജാമ്യ ഹർജിയുടെ വാദത്തിനിടയിൽ SIT കോടതിക്ക് മുന്നിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തന്ത്രിക്ക് കുരുക്ക് മുറുകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടാവുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.